മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 1000 ആണ്ട് വാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ ചെയ്ത്. 10 കാരണങ്ങൾ ആണ് പറഞ്ഞത്. 1000 ആണ്ട് വാഴ്ചയ്ക്കുള്ള 10 കാരണങ്ങൾ പറഞ്ഞു. ഇനി ഈ 1000 ആണ്ട് വാഴ്ചയിൽ ആരൊക്കെയാണ് കാണുന്നതെന്നുള്ള ചില ചിന്തകളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ശരിക്കും ഈ ഭൂമിയിൽ തന്നെയാണ് 1000 ആണ്ട് വാഴ്ച നടക്കുന്നത്. ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ നേരത്തെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരുപാട് ആക്ഷൻസ് ഉണ്ടായി. ഈ ആക്ഷൻ അനുസരിച്ച് പല കുന്നുകൾ ഒക്കെ ഇളകി, ഭൂമണ്ഡലങ്ങൾ ഇളകി, പല ഐലൻഡുകൾ കാണാതായി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പോയി. ഇതെല്ലാം ഒരു നല്ല ലെവൽ, കൂടുതലായിട്ട് ലെവലുള്ളൊരു സ്ഥലമായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വർഗീയ യെരുശലേമുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ ചിന്തിക്കണം. ഈ കാന്ത എന്ന് ഞാൻ പറയുന്നത് മണവാളൻ തിരഞ്ഞെടുക്കപ്പെട്ട വധുവായിരിക്കുന്ന സഭ. ആ സഭയ്ക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ നമ്മൾ ഭീമ കോർട്ടിൽ അവർക്കുള്ള പ്രിവിലേജസ് കൊടുക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഓടുന്നവർക്കാണല്ലോ കിരീടം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നവർക്കാണ് കിരീടങ്ങൾ കിട്ടുന്നത്. വെറുതെ ഇരിക്കുന്നവർക്ക് കിരീടം കിട്ടുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് നമ്മൾ ചട്ടപ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിരീടം കിട്ടും. അതായത് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. അങ്ങനെ അത് കിരീടം കിട്ടും. അങ്ങനെ കിരീടം കിട്ടുന്നവർ ആ കിരീടങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ തന്നെ ശരിക്ക് പറഞ്ഞാൽ പുതിയ യെരുശലേമിൽ അവരായിട്ടുണ്ട്. അവരൊരു സെപ്പറേറ്റഡ് ഗ്രൂപ്പാണ്. ഇവരുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല. 2 പഠിപ്പിക്കൽ അതിനകത്തുണ്ട്. ഒന്ന്, ചില ആളുകൾ പറയുന്ന ഈ പുതിയ യെരുശലേം എന്ന് പറയുന്നത് സ്വർഗത്തിൽ തന്നെ ഉയരത്തിലിരിക്കുകയാണ്, അത് ഭൂമിയിലോട്ട് വരുന്നില്ല എന്ന് പറയുന്ന ചില പഠിപ്പിക്കലുണ്ട്. എന്നാൽ പുത്തൻ യെരുശലേം ഭൂമിയിലേക്ക് ഇവിടെ യോഹന്നാൻ കാണുന്നുണ്ട്, അത് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. അന്നേരം അത് ഭൂമിയിൽ വരും, എന്തെങ്കിലും ഒരു ദിവസം വരും. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ അത് ഭൂമിയിൽ ഇല്ല എന്ന് പറയുന്നവരുണ്ട്, ഒരു പഠിപ്പിക്കലുണ്ട്. എന്നാൽ നമ്മൾ ഇതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ ശരീരങ്ങളെല്ലാം തന്നെ തേജസ്സിൻ്റെ ശരീരമായതിനാൽ നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാനും എത്ര സ്പീഡിന് പോകാനും ഒക്കെ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ ഇല്ലെങ്കിലും നമ്മൾ പുതിയ യെരുശലേമിൽ തന്നെ നമ്മളായിരിക്കുന്നതുകൊണ്ട് അവിടെ ഇരുന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വചനം എന്ന് പറയുന്നത് ഇത് സസ്പെൻഡഡ് രീതിയിൽ, എന്ന് വെച്ചാൽ ഭൂമിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് നമ്മുടെ പ്രസൻസ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിരിക്കും. 2 വിഭാഗക്കാർ തേജസ്സിൻ്റെ ശരീരമുള്ളവരുണ്ട്. തേജസ്സിൻ്റെ ശരീരമുള്ള 2 വിഭാഗക്കാരുണ്ട്. ഒന്ന് ദൂതന്മാർ തേജസ്സിൻ്റെ ശരീരമുള്ളവരാണ്, അവർ കാണും. 2 പുതിയ നിയമത്തിൽ ഉള്ളവരും പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ. അത് ഈ പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ആണ് ശരിക്ക് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയാണ് ദൈവം കൃപായുഗത്തിലെ കാന്തയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവരവരാണ് കാന്ത. അതിന് അവർക്ക് പ്രത്യേക പ്രിവിലേജസ് ഉണ്ട്. അതിന് അവരോടൊപ്പം ഈവൻ അവരെക്കായും പുറകിലാണ് ശരിക്കും പറഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാർ. അത് പറയുന്നതിന് കാര്യമുണ്ട്. അതാണ് യേശുക്രിസ്തു തന്നെ പറഞ്ഞത്, ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആവുമെന്ന് പറഞ്ഞത് തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദ ജനവും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മരണത്തിന് മുമ്പുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്. അവരൊക്കെ തന്നെ കാന്തയുടെ ഒരു എഫക്റ്റിൽ അവരായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. യേശുവിൻ്റെ ശരീരം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന അവർക്കാണ് കൂടുതൽ പ്രിവിലേജ്. എന്നാൽ പുതിയ നിയമ വിശുദ്ധന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും ഉണ്ടാവും. നമ്മൾ പുതിയ യെരുശലേമിനെ പറ്റി പഠിക്കുമ്പോൾ ഈ പുതിയ യെരുശലേമിൽ ആ ഗോപുരങ്ങൾ കൂടി പ്രവേശിപ്പാനായിട്ട് അവർക്കെല്ലാവർക്കും അവകാശമുണ്ട്. അതിന് അവകാശമുണ്ട് അതിനകത്ത് കയറാനായിട്ട്. അത് വീണ്ടും നമ്മൾ പഠിക്കും. എന്നാൽ ഇതുകൂടാതെ 2 വിഭാഗക്കാർ, ഇന്നുള്ള മാംസവും മജ്ജയും പോലെ ഉള്ള 2 വിഭാഗക്കാരുണ്ട്. ഈ പുതിയ നിയമ പഴയ നിയമ വിശുദ്ധന്മാർ അവർക്ക് ഗ്ലോറിഫൈഡ് ബോഡിയാണ്, അവർക്ക് തേജസ്സിൻ്റെ ശരീരമാണ്. അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അവരെത്ര നമ്പറുണ്ട് അത്രയേ ഉള്ളൂ.
അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. എന്നാൽ അല്ലാതെ 2 വിഭാഗക്കാരുണ്ട്. ഇന്നുള്ള മജ്ജയും മാംസവും ഉള്ള 2 പേര്, 2 വിഭാഗം. ഒന്നെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ജാതികളായിട്ടുള്ള പലരും ഗുഡ് എൻട്രി പാസ് വാങ്ങിച്ചിട്ട് അകത്ത് കയറി. അവർ 1000 ആണ്ട് വാഴ്ചയിലുണ്ട് എന്ന് പറഞ്ഞാൽ യഹൂദനെ സഹായിച്ചവരും ദൈവത്തെ സഹായിച്ചവരും ഒക്കെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ വന്ന് ന്യായവിധി കഴിഞ്ഞ് അവരെ ഇതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്തുള്ള ജീവിച്ചിരുന്ന യഹൂദന്മാരും ഉണ്ട്. അവർക്കും സാധാരണയുള്ള ശരീരമാണ്. എന്നാൽ ആകെയുള്ള യഹൂദന്മാരിലെ 1/3 ഉള്ളൂ, ബാക്കിയെല്ലാം ഛേദിക്കപ്പെട്ടു പോയി. അവരെല്ലാം തന്നെ ദൈവീകമായിട്ടുള്ള പ്രമാണത്തിൽ ജീവിച്ചവർ. അതുപോലെ അന്തിക്രിസ്തുവിൻ്റെ മുദ്രയെ ഏൽക്കാതെയും അവനെ വർഷിപ്പിക്കാതെ ഇരുന്നവർ, അവരെല്ലാം ഈ പഴയ നിയമ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കാണും. ഈ 4 ഗ്രൂപ്പ് ആണ് ഉള്ളത്. 2 വിഭാഗക്കാർ തേജസ്സിൻ്റെ ശരീരവും 2 വിഭാഗക്കാർ മാംസവും മജ്ജയുമുള്ള ശരീരം. ഈ മാംസവും മജ്ജയുള്ള ശരീരത്തിലുള്ളവർ പിന്നീട് ഒരുപാട് അവർ വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. നമ്മൾ അതിനുള്ള വാക്യങ്ങൾ നമ്മൾ എടുക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് ഇവിടെ വന്ന ജാതികൾ അതുപോലെ ഈ പറയുന്ന മജ്ജയും മാംസവും ഉള്ള യഹൂദന്മാരും ഇവരൊന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല. എന്നാൽ ഈ യഹൂദന്മാർ അനുതാപവും ദൈവത്തിലുള്ള ആശ്രയവും വന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്നതായിട്ട് സെക്കറിയ പ്രവചനം 12-13 അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് അവർ മനസ്സിലാക്കി, നേരത്തെ അവർ ക്രൂശിച്ചത് കർത്താവാണ് എന്നവർ മനസ്സിലാക്കി അവരൊരു അനുതാപത്തിൽ വന്ന് ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ അതേസമയം അവിടെയുള്ള ജാതികളായി കുറേ പേരെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ വന്നിട്ട് ജാതികളായിട്ട് അവരെ എൻട്രി കൊടുത്തവർ, അവർക്ക് കർത്താവിനെ ശരിക്കും അറിയത്തില്ല, ദൈവത്തെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അവരെയൊക്കെ ആരാധനയ്ക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമൊക്കെ ഈ വിശുദ്ധന്മാർക്കുള്ള, അതിലേക്ക് നമുക്ക് കടന്നു വരാം. അവരെയൊക്കെ ആരാധനയ്ക്ക് കൊണ്ടുപോകാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകാനും ഒക്കെയുള്ള ഉത്തരവാദിത്വമാണ്. ഈ 1000 വർഷങ്ങൾ അവരവിടെ ആയിരിക്കുമ്പോൾ, അവർ പെറ്റുപെരുകി വളരുമ്പോൾ അവരും അവരുടെ തലമുറകളും ഒക്കെ ഈ യഥാർത്ഥ ദൈവത്തെ അറിയാനായിട്ടുള്ള ഉത്തരവാദിത്വമൊക്കെ നിങ്ങൾക്കും എനിക്കുമാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ തേജസ്സിൻ്റെ ശരീരത്തിൽ പുതിയ യെരൂശലേമിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം നമ്മൾ നിയന്ത്രിക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. നമുക്കറിയാം, ഒരു കൺട്രി ഉണ്ടെങ്കിൽ സാധാരണ അതിനൊരു ക്യാപിറ്റൽ കാണും. സാധാരണ രീതിയിൽ ഒരു രാജ്യത്തിനൊരു ക്യാപിറ്റലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ യെരൂശലേം ആയിരിക്കും ഇതിൻ്റെ ക്യാപിറ്റൽ. അവിടെ ദാവീദ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന് ഭരിക്കും എന്ന് ബൈബിളിലെ ചില റെഫറൻസസ് ഉണ്ട്. ദാവീദിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞ് അതിനെ വെച്ചിരിക്കുകയാണ്. 33 വർഷം ദാവീദിൻ്റെ രാജധാനി യെരൂശലേമിലായിരുന്നു. യെബൂസ്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത നഗരമായിരുന്നു ഈ യെരൂശലേം. ഈ യെരൂശലേം പട്ടണം ദാവീദ് പണിഞ്ഞു. 33 വർഷം അവൻ്റെ രാജധാനിയായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്: അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും സ്ഥാപിച്ച് നിലനിർത്തും. എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ സിംഹാസനത്തിന് ഒരു എൻഡില്ല എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അതായത് ദാവീദ് ഭരിക്കും എന്നുള്ള ചില ചിന്തകളാണ് അവിടെ വരുന്നത്. യെഹെസ്കേൽ പ്രവചനം 34-ന്റെ 23-24 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്: അവരെ മേയ്ക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും, എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ. വീണ്ടും ദാവീദിനെ അവരെ ഭരിക്കുന്നതിനൊരു ഇടയനായി നിയമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവും ആയിരിക്കും. യഹോവയായ ഞാൻ അത് അരുളിച്ചെയ്യുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ദാവീദ് അവരെ ഭരിക്കാനായിട്ട് ഒരു പ്രഭു ആയിരിക്കും. മരിച്ചുപോയ ദാവീദാണ്. ഈ മരിച്ചുപോയ ദാവീദ് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു പ്രഭുവായിരിക്കും. ഇതുകൊണ്ടായിരിക്കും യെരൂശലേമിൽ ആ ദാവീദിൻ്റെ ഡേവിഡിൻ്റെ കല്ലറയുണ്ട്. അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കുന്ന യഹൂദന്മാർ ഇപ്പോഴും നമുക്ക് പോയാൽ കാണാം. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം കാണാം. കാരണം ഈ ദാവീദ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദാവീദിൻ്റെ സിംഹാസനം അതുപോലെ അവിടെ നിർത്താനുള്ള സാധ്യതകൾ നമ്മളെ കാണുന്നുണ്ട്. ബൈബിളിൽ നിന്ന് നമ്മളെ കാണുന്നുണ്ട്. യെരൂശലേം ക്യാപിറ്റലാണെന്ന് പറയാനായിട്ടുള്ള കാരണം
യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യെരൂശലേമിനെക്കുറിച്ചുള്ളൊരു ദർശനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകളുടെ മീതെ ഉന്നതമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങൾ ചെയ്ത് വരുവീൻ, നമ്മൾ യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിങ്കിലേക്ക്, എൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് എൻ്റെ വഴികളെ ഉപദേശിക്കുകയും നാം എൻ്റെ പാതകൾ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശം, യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. 4-ാം വാക്യത്തിൽ അവിടുത്തെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങളെ വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്നങ്ങളെ വാക്കത്തികളായി അടിച്ച് തീർക്കും. ജാതിക്ക് നേരെ വാളൊങ്ങുകയില്ല. ഇനി അവർ യുദ്ധം അഭ്യസിക്കുകയുമില്ല. അന്നേരം നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മളിപ്പം പറയാൻ ഉദ്ദേശിച്ച യുദ്ധത്തിൻ്റെ കാര്യമൊന്നുമില്ല, അതെല്ലാം വരുന്നുണ്ട്. ഇവിടെ യെരൂശലേം ക്യാപിറ്റലായിരിക്കും, ദാവീദ് അവരുടെ പ്രഭുവായിരിക്കും എന്ന് പറഞ്ഞു. നമുക്കറിയാം സക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിലെ യേശു രാജാവായിട്ട് കഴുതപ്പുറത്ത് അവിടെ പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒറ്റ നഗരത്തിൽ മാത്രമേ യേശു രാജാവ് എന്ന് പറഞ്ഞ് കയറിയിട്ടുള്ളൂ, വേറെ എങ്ങും കയറിയിട്ടില്ല. അത് മാത്രമല്ല, യെരൂശലേമിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവനെ അവിടെ കൊണ്ടുവന്ന് അവനെ മുൾക്കിരീടം വെച്ച് അവനെ പരിഹസിച്ച് യഹൂദർ രാജാവെന്ന് എഴുതി, ഇതെല്ലാം യെരൂശലേമിലാണ്. കർത്താവിനെ പരിഹസിച്ചത്, അവനെ ക്രൂശിച്ചത് എല്ലാം അവിടെയാണ്. 600 പ്രാവശ്യം തിരുവചനത്തിൽ യെരൂശലേമിനെ കുറിച്ച് പറയുന്നു. ഇന്നവിടെ ഭയങ്കര ടെൻഷനുള്ളൊരു സ്ഥലമാണ് യെരൂശലേം എന്ന് പറയുന്നത്. ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു സ്ഥലമാണ്. ഏത് സമയത്തും അവിടെ ബോംബ് വീഴാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇറാന് പുതിയ സംഭവങ്ങളൊക്കെ ചെയ്ത് അതിനെ തകർക്കുമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഭീഷണിയുള്ള സമയങ്ങളാണ്. ഈ യെരൂശലേമിൻ്റെ പേര് സത്യനഗരം എന്നുള്ള പേരാണ്. സക്കറിയ 8:3 ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിൻ്റെ മധ്യേ വസിക്കും. യെരൂശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതം എന്നും പറയും. ഇത് സത്യനഗരം ആയിട്ടുള്ള ഒരു പേരാണ് യെരൂശലേമിനുള്ളത്. ഈ മില്ലേനിയം സഹസ്രാബ്ദത്തിൽ ഉള്ള സ്വഭാവങ്ങളുടെ ക്യാരക്ടറൊക്കെ യെശയ്യാ പ്രവചനം 11:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അത് പിന്നീട് നമുക്ക് വായിക്കാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കാം. നമുക്കറിയാം ഭൂമിയുടെ ക്വാളിറ്റീസ് ഒക്കെ ഏത് രീതിയിലാണെന്ന്. 6 ദിവസം കൊണ്ട് പാഴ്ശൂന്യമായ ഭൂമിയെ ദൈവം സൃഷ്ടിച്ച് മനുഷ്യനെ വാസയോഗ്യമാക്കി 6-ാം ദിവസമാണ് അത് വാസയോഗ്യമാക്കി കൊടുത്തത്. അതിസുന്ദരമായ ഒരു ലോകമായിരുന്നു അത്. എന്നാൽ അതിന് 20 ഡിഗ്രി ടെമ്പറേച്ചർ, ഓക്സിജൻ, വെള്ളം, 12 മണിക്കൂർ രാത്രി, 12 മണിക്കൂർ പകൽ, 4 ക്ലൈമറ്റ്, ഇതിനെ സൂക്ഷിക്കാനായിട്ട് 5 ലെയർ, ആകാശത്തിലെ അപകടമില്ലാത്ത ബാക്ടീരിയ, ഇതെല്ലാം സോളാർ സിസ്റ്റം 4-ാം ദിവസം കൂട്ടിച്ചേർത്തു. പകൽ വാഴുവാൻ സൂര്യനെ നിയമിച്ചു. എല്ലാ രീതിയിലും നമ്മുടെ സോളാർ സിസ്റ്റത്തിന് നായകനായിട്ട് സൂര്യൻ വന്നു. 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ്റെ സ്ഥാനം ദൈവം നിർത്തി. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം തന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ മഹോദ്രവ കാലത്തിൽ സൂര്യന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം മഹോദ്രവ കാലത്തിൽ സൂര്യന് ഒരുപാട് ചേഞ്ച് വന്നു. ഭൂമിയുടെ സിസ്റ്റം തന്നെ കംപ്ലീറ്റായിട്ട് മാറി. ഇവിടെ നമുക്കറിയാം സൂര്യന് വന്നിരിക്കുന്ന ബാധകൾ, ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നില്ല. വെളിപ്പാട് പുസ്തകം 6:12, 8:12, 16:8 ഓരോ കലശങ്ങൾ ഒഴിക്കുമ്പോഴും സൂര്യന് വ്യത്യാസം വരുന്നു. ഓരോ ദൂതൻ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സൂര്യൻ്റെ ചൂട് ഇനി വലിയൊരു പ്രോബ്ലമായി വരത്തില്ല. അതിന് വലിയ വ്യത്യാസം വരികയാണ്. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി നടന്നു കഴിഞ്ഞപ്പോഴേ അവർക്ക് 40 വർഷത്തേക്ക് അവർക്കൊരു എയർ കണ്ടീഷനിങ് എഫക്റ്റിലാണ് അവർ നടന്നത്. സൂര്യനുണ്ടെങ്കിലും സൂര്യന് കൺട്രോൾ ചെയ്ത്, അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് ഒരു എയർ കണ്ടീഷനിങ് വേയിലാണ് നടന്നത്. അതുപോലെ ഇവിടെയും ഈ സഹസ്രാബ്ദത്തിൽ എന്താ സംഭവിക്കുന്നത്? പ്രത്യേകമായിട്ടൊരു പ്രകാശ സംവിധാനം ദൈവം ഉണ്ടാക്കും. ഇവിടെ 7 മടങ്ങ് ചൂട് വർദ്ധിക്കുകയല്ല, പ്രകാശം വർദ്ധിക്കും എന്നാണ്
പറയുന്നത്. യെശയ്യാവ് 30:26 യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയാകും. സൂര്യൻ്റെ പ്രകാശം 7 പകലിൻ്റെ പ്രകാശം പോലെ 7 ഇരട്ടിയാവും. ഇവിടെ പ്രകാശം 7 ഇരട്ടി വർദ്ധിക്കും എന്നാണ് പറയുന്നത്, അല്ല ചൂടല്ല വർദ്ധിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം പ്രകാശ സംവിധാനം എന്ന് പറഞ്ഞാൽ അപകടകരമായ സൂര്യനെ മാറ്റും, ഭൂമിയെ ഇല്യൂമിനേറ്റ് ചെയ്യും. ആകാശത്തിൻ്റെ 5 തട്ടുകളൊക്കെ മാറും. നേരത്തെ നമ്മൾ പറഞ്ഞ ആകാശത്തിൻ്റെ 5 തട്ടുകളൊക്കെ മാറും. യെശയ്യാ 4:5-6 വാക്യങ്ങളിൽ യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിന്മേലും, അതിന് മുമ്പൊരു വാക്യം കൂടെ വായിക്കാം, 4-ാം വാക്യം തൊട്ട് വായിക്കാം. യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവരും ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ള കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല സ്ഥലങ്ങളിന്മേലും അതിൻ്റെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായ ഒരു കൂടാരം ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക സംവിധാനമാണ് ദൈവം ഉണ്ടാക്കുന്നത്. ആകാശത്തിലെ ഘടന മാറും. തേജസ്സിന് മുകളിലൊരു വിധാനം, ആ തേജസ്സാണ് മുകളിൽ. നമുക്ക് സമാപന കൂടാരം ഒരു നിഴലായിട്ടുണ്ടായിരുന്നു, തേജസ്സിൻ്റെ വിധാനം. അന്ന് ഭൂമി മുഴുവൻ തേജസ്സായിരിക്കും. നമുക്ക് അറിയാം, അന്ന് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി നടത്തിയപ്പോൾ 40 വർഷം നടത്തി. അവരിൽ ഒരു ബലഹീനമില്ലായിരുന്നു. ഒരു സ്വർഗീയ അറേഞ്ച്മെൻ്റാണത്. ഒരു ബലഹീനമില്ല. 40 വർഷത്തേക്ക് ദൈവത്തിന് ചെയ്യാമെങ്കിൽ 1000 വർഷത്തേക്കും ദൈവത്തിന് ചെയ്യാം. കാരണം ഇവിടെ ക്രിസ്തുവാണ് രാജാവ്. ക്രിസ്തു രാജാവായിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ ബോഡി ഏത് രീതിയിലാണ്? മഹത്വത്തിൻ്റെ ശരീരമാണ് നമുക്കുള്ളത്. കാരണം അന്ന് യേശുക്രിസ്തു ഉയർത്തുന്നിട്ടു ആദ്യം തേജസ്സിൻ്റെ ശരീരമാണ് നമുക്കുള്ളത്. യേശു ഉയർത്തുന്നതിന് ശേഷമുള്ള ഇപ്പോൾ ഉള്ള ചെവിയും കണ്ണും മൂക്കും ഒന്നും ആവശ്യമില്ല. അതെല്ലാം തന്നെ ഇപ്പോഴത്തേക്കുള്ള ആവശ്യത്തിലേക്ക് വേണ്ടിയുള്ളതാണ്. 24 വയസ്സ് വരെ ശരിക്കും വളരും. 26 വയസ്സ് കഴിയുമ്പോൾ പിന്നെ വളരുന്നതെല്ലാം കീഴോട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള ശരീരം നമുക്ക് ആവശ്യമില്ല. കാരണം അത് ഈ ഭൂമിയുടെ സിസ്റ്റത്തിനാണ് ഈ ശരീരം ആവശ്യമുള്ളത്. തേജസ്സിൻ്റെ ശരീരത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ വേൾഡ്ലി കണക്ഷനായിട്ട് ഒരു ആക്ടിവിറ്റിയും ഇല്ല. അതാണ് പറഞ്ഞ കൈപ്പണിയല്ലാത്തൊരു ശരീരമാണ് ദൈവം നമുക്ക് തരുന്നത്. അത് തേജസ്സിൻ്റെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തേജസ്സിൻ്റെ ആവരണമുണ്ട്. നമ്മുടെ പേര് മാറും, ഭാഷ മാറും, എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ നാമം നമ്മുടെ മേളിൽ എഴുതും. നിത്യമായ ശരീരത്തിൽ അവൻ്റെ നാമം അതിനകത്ത് നമ്മൾ ചെയ്തിരിക്കും. അവിടെ നമുക്ക് ഭക്ഷണം വേണ്ട. നമ്മുടെ മുന്നിൽ ഭക്ഷണം കഴിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം മറ്റുള്ളവർക്ക് കഴിക്കണം, നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞു 4 വിഭാഗക്കാരുണ്ട്. 2 വിഭാഗക്കാർ തേജസ്സിൻ്റെ ശരീരമുള്ളവർ, അവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നമ്മൾ തേജസ്സിൻ്റെ ശരീരത്തിൻ്റെ കാര്യവും അതുപോലെ 1000 ആണ്ട് വാഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ജനറലായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും അതിൻ്റെ ചില റെഫറൻസസ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതും നമുക്ക് ചിന്തിക്കണം. എനിക്ക് തോന്നുന്ന ഒരു 3 എപ്പിസോഡ് കൂടി നമുക്ക് ഈ 1000 ആണ്ട് വാഴ്ചയുടെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കും. കാരണം ഇതൊക്കെ നമ്മളൊരു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് എൻകറേജ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് അല്ലാതെ ഇതുകൊണ്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ദൈവം അവിടെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊരു പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു അദൃശ്യമായ ലോകത്തിലല്ലേ നമ്മളിത് ഇരിക്കുന്നത്. അപ്പോൾ ഈ അദൃശ്യമായ ലോകത്തിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അത് ആ പരിജ്ഞാനമൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തേജസ്സിൻ്റെ ശരീരം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നമുക്ക് ഇനിയും ചിന്തിക്കാം, ചർച്ച ചെയ്യാം. ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് നീ ഞങ്ങൾക്ക് 1000 ആണ്ട് വാഴ്ചയുടെ ചില പ്രത്യേകതകൾ ചിന്തിക്കുവാനായിട്ട് ഇടവരുത്തി ഓർത്ത സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാം കർത്താവെ നീ നടത്തി തരുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികൾ ഇത് കാണുന്നവർ ഫൈനാൻഷ്യലായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. ദൈവം അവരെ അതിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമോ? ഏതെങ്കിലും രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള ട്രബിൾ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ദൈവം ഇളച്ചു തരികയും കുറച്ച് തരികയും
അതുപോലെ അതിൽ നിന്ന് വിടുവിക്കാനായിട്ടുള്ള മാർഗങ്ങൾക്ക് ദൈവത്തിൻ്റെ പക്കലുണ്ട്. ദൈവം അതിന് കാരണഭൂതനാണ്. ദൈവം അത് ഒരുക്കിത്തരും. വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? മാരേജുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴേ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ എന്നോടൊപ്പം കാണുന്നല്ലോ. ദൈവമേ, നീ അത് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. ആ ഒറിജിനലായിട്ട് പ്രപ്പോസ് ചെയ്ത മാരേജ് തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരത് സബ്സ്ക്രൈബ് ചെയ്യണമേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അത് ഞങ്ങൾക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.